ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 83ആയി. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. മുണ്ടക്കൈ, അട്ടമല, ചൂരൽമല മേഖലയിൽ ഇന്ന് പുലർച്ചെയാണ് ഉരുൾപൊട്ടലുണ്ടായത്. പരിക്കേറ്റ 70ഓളം പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 200ലേറെ പേർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. അട്ടമല പ്രദേശത്തു നിന്നും ചാലിയാറിൽ നിന്നും മലപ്പുറം ജില്ലയിലെ പോത്തുകലിൽ നിന്നും നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തി. ദുരന്തത്തിൽ ഒറ്റപ്പെട്ട മുണ്ടക്കൈയിലേക്ക് 11 മണിക്കൂറിനു ശേഷം അതിസാഹസികമായി രക്ഷാപ്രവർത്തകർ എത്തിച്ചേർന്നു. കരസേനയുടെ ആദ്യ സംഘവും ചൂരൽമലയിലെത്തി. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും ഫയർഫോഴ്സും രാവിലെ മുതൽ രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. കൂടുതൽ NDRF സംഘങ്ങൾ അല്പസമയത്തിനകം വയനാട്ടിലെത്തും. നാവികസേനയുടെ 50-അംഗ സംഘവും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകും. ഏഴിമല നാവിക അക്കാദമിയിൽ നിന്നുള്ള സംഘത്തിൽ മെഡിക്കൽ വിദഗ്ധരുമുണ്ട്. സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പും ബംഗളൂരുവിൽ നിന്ന് അടിയന്തരമായി വയനാട്ടിലെത്തും. ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം ഒരുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം നടപ്പാക്കും. തിരച്ചിലിനായി സൈന്യത്തിന്റെ ഡോഗ് സ്ക്വാഡിനെ കൂടി ലഭ്യമാക്കണമെന്ന് സംസ്ഥാനം സൈന്യത്തോട് അഭ്യർത്ഥിച്ചു. ഡ്രോണുകളും തിരച്ചിലിന്റെ ഭാഗമാകും. രക്ഷാപ്രവർത്തനത്തിനായി സേനയുടെ 2 ഹെലികോപ്റ്ററുകൾ രാവിലെ എത്തിയെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് കോഴിക്കോട് ഇറക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 5 സംസ്ഥാന മന്ത്രിമാരുടെ സംഘം വയനാട്ടിലെത്തി. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, K രാജൻ, PA മുഹമ്മദ് റിയാസ്, OR കേളു എന്നിവരാണ് സംഘത്തിലുള്ളത്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വയനാട്ടിലേക്ക് പുറപ്പെട്ടു. അതിനിടെ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിൽ വീണ്ടും ശക്തമായ മഴവെള്ളപ്പാച്ചിൽ അനുഭവപ്പെടുകയാണ്. വെള്ളം ഉയരുന്നത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ ആരാഞ്ഞ പ്രധാനമന്ത്രി രക്ഷാപ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും ഉറപ്പു നൽകി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യമന്ത്രിയെ വിളിച്ച് സ്ഥിതിഗതികൾ ആരാഞ്ഞു. സംസ്ഥാനത്തിന് എല്ലാ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകി. ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്ത് സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിലെത്തി ക്രമീകരണങ്ങൾ വിലയിരുത്തി. ദുരന്ത ബാധിത മേഖലയിൽ ആവശ്യമെങ്കിൽ താൽക്കാലിക ആശുപത്രികൾ സജ്ജമാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ആശുപത്രികളിലെ മോർച്ചറി സംവിധാനം വിലയിരുത്തണമെന്നും മൊബൈൽ മോർച്ചറികളുടെ സേവനം കൂടി ഉപയോഗപ്പെടുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കൺട്രോൾ റൂമിന്റെ പ്രവർത്തനങ്ങളും മന്ത്രി വിലയിരുത്തി. മലയോര മേഖലയിൽ ഉൾപ്പെടെ എത്തിച്ചേരാൻ കഴിയുന്ന കനിവ് 108 ആംബുലൻസിന്റെ റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ ജീവൻ ബാബുവിന്റെ നേതൃത്വത്തിൽ പ്രാദേശികമായി ഏകോപിപ്പിക്കും. വയനാട് ഉരുൾപൊട്ടലിൽ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും ഉറപ്പുവരുത്താൻ പൊതുവിതരണ വകുപ്പിലെയും സപ്ലൈകോയിലെയും ഉദ്യോഗസ്ഥർക്ക് മന്ത്രി GR അനിൽ നിർദ്ദേശം നൽകി. ക്യാമ്പുകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങളുടെയും അവശ്യ വസ്തുക്കളുടെയും വിതരണം ഉറപ്പുവരുത്തുന്നതിന് എല്ലാ നടപടികളും സ്വീകരിച്ചതായി അദ്ദേഹം അറിയിച്ചു. ചൂരൽമല, മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ വൈദ്യുതി ബന്ധം പരമാവധി ഇന്നു തന്നെ പുനഃസ്ഥാപിക്കുമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. മേപ്പാടി ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വരുന്ന ഏകദേശം 3 കിലോമീറ്റർ ഹൈടെൻഷൻ ലൈനുകളും 8 കിലോമീറ്റർ ലോ ടെൻഷൻ ലൈനുകളും പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ദുരന്ത ബാധിത മേഖലയിൽ 7 ട്രാൻസ്ഫോമർ പരിധിയിൽ ഒഴികെ വൈകിട്ടോടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. കേരളത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അദ്ദേഹം പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനുമായി 5 കോടി രൂപയും തമിഴ്നാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. വയനാട്ടിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കൺട്രോൾ റൂമുകൾ തുറന്നു. ആരോഗ്യവകുപ്പിന്റെ കൺട്രോൾ റൂമുകളിൽ 9656538689 എന്ന നമ്പറിലോ 8086010833 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. പോലീസ് ആസ്ഥാനത്തും പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിൽ 9497909402 എന്ന നമ്പറിലോ 047127215566 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. വയനാട് ജില്ലാ ഭരണകൂടം സജ്ജീകരിച്ച കൺട്രോൾ റൂമിൽ 1077 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാം.
വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സീറാം സാംബശിവ റാവുവിനെ സ്പെഷ്യൽ ഓഫീസറായി സംസ്ഥാന സർക്കാർ നിയമിച്ചു. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 48 മണിക്കൂർ കൂടി മഴ ശക്തമായി തുടരുമെന്നാണ് മുന്നറിയിപ്പ്. വയനാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട്, തൃശൂർ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 4 മണിക്ക്.